ഇതിനിടെ ഈ മുത്തശ്ശി ഒരു 7 സ്റ്റാർ ഹോട്ടലിലേക്ക് വന്ന് റൂം ബുക്ക് ചെയ്യുകയാണ്. മുത്തശ്ശിയെ കണ്ട ആദ്യ കാഴ്ചയിൽ റിസപ്ഷനിസ്റ്റ് വൃദ്ധയുടെ കൈവശം ഒരു പൈസ ഉണ്ടാകില്ല എന്ന മട്ടിലായിരിക്കും ട്രീറ്റ് ചെയ്യുക. മുത്തശ്ശി തൻ്റെ പഴകിയ ഷോപ്പിംഗ് ബാഗിൽ നിന്ന് കറുത്ത കാർഡ് പുറത്തെടുത്തതും റിസപ്ഷനിസ്റ്റ് മനോഭാവം പെട്ടെന്ന് മാറി. സ്ക്രീനിൽ പ്രദർശിപ്പിച്ചിരുന്ന വിവരങ്ങൾ കണ്ടപ്പോൾ പേടിച്ചാൽ വേഗം കൗണ്ടറിൽ നിന്ന് മാറി ആദരവോടെ മുത്തശ്ശിയെ സ്വാഗതം ചെയ്തു. ആ നിമിഷം മുതൽ മുത്തശ്ശി ഇനിയൊരു കുടുംബവേലക്കാരി മാത്രമായിരിക്കില്ല. 1 മണിക്കൂർ മുമ്പ് എപ്പോഴും കുട്ടികൾക്ക് വേണ്ടി വീട്ടിൽ പാചകം ചെയ്താർന്ന് ജീവിച്ചത്. കൊച്ചുമകളോടുള്ള സ്നേഹം കൊണ്ട് മുത്തശ്ശി പന്നിയിറച്ചി കൊടുക്കുമ്പോൾ താൻ ഇറച്ചികളൊന്നും കഴിക്കില്ല, സലാഡ് മാത്രമേ കഴിക്കുമെന്ന് പെൺകുട്ടി പുച്ഛത്തോടെ മറുപടി നൽകി. എന്നിട്ട് അവൾ അമ്മയോട് ഫോറിൻ ഭാഷയിൽ സംസാരിച്ചു. മുത്തശ്ശിക്ക് അത് മനസ്സിലായില്ല എന്ന് കരുതി മുത്തശ്ശിയെ അപമാനിക്കുകയും വിഡ്ഢിയെന്ന് വിളിക്കുകയും ചെയ്തു. മുഴുവൻ പറയുന്നത് കേട്ട ശേഷം അയാൾ അമ്മയോട് പറഞ്ഞു ഭാര്യ അവരുടെ പാചകത്തെക്കുറിച്ച് പറഞ്ഞതാണെന്ന്. ദേഷ്യം വന്ന മുത്തശ്ശി തൻ്റെ പാത്രം മേശയിലടിച്ചിട്ട് മുത്തശ്ശിയും ഫോറിൻ ഭാഷയിൽ സംസാരിച്ചു. ഞാനൊരു വിഡ്ഢിയാണെന്നാണോ നിങ്ങൾ ശരിക്കും കരുതുന്നുണ്ടോ? എല്ലാവരും സ്തംഭിച്ചു പോയി. 10 നാട്ടുകളായി പാചകം ചെയ്തിരുന്ന മുത്തശ്ശി ഇങ്ങനെ വിദേശ ഭാഷ സംസാരിക്കുമെന്നും അവർ ഒട്ടും പ്രതീക്ഷിച്ചില്ല. അവസാനം മുത്തശ്ശിയെ വീട്ടിൽ നിന്ന് പുറത്താക്കാൻ പോലും അവർ തീരുമാനിച്ചു. മുത്തശ്ശിയുടെ മകൻ മുത്തശ്ശിയെ സംരക്ഷിക്കുന്നതിൽ പരാജയപ്പെട്ടെന്ന് മാത്രമല്ല, ഗ്രാമത്തിലേക്ക് തിരികെ കൊണ്ടുവിടാനായിട്ട് അവർ പ്ലാനിട്ടു. മുത്തശ്ശി മേശപ്പുറത്തുണ്ടായ എല്ലാ പാത്രങ്ങളും മറിച്ചിട്ട് മുത്തശ്ശിയുടെ ബാഗും പിടിച്ച് വീട്ടിൽ നിന്ന് ഇറങ്ങി. മുത്തശ്ശിയുടെ മരുമകൾ വാതിക്കൽ നിന്ന് 3 ദിവസത്തിനുള്ളിൽ തിരിച്ചു വരുമെന്ന് പറഞ്ഞു. അത് കേട്ട മുത്തശ്ശി ഇത്ര പെട്ടെന്ന് തിരിച്ചു വരുന്നതിനേക്കാൾ പട്ടിണി കിടന്ന് മരിക്കുന്നതാണ് നല്ലതെന്ന്. അങ്ങനെയാണ് മുത്തശ്ശി ആ ഹോട്ടലിലെത്തിയത്. എന്നാൽ ജീവനക്കാർ മുത്തശ്ശിയെ ആദരപൂർവ്വം സ്വീകരിക്കാനായിട്ട് ലോഞ്ചിലേക്ക് ക്ഷണിച്ചു. കൂടാതെ വ്യക്തിഗത സഹായികളുടെ മുഴുവൻ ടീമും നിയമിച്ചു. വാസ്തവത്തിൽ മുത്തശ്ശി ഒരു പ്രശസ്ത ഫൗണ്ടേഷന്റെ ചെയർമാൻ കൂടിയായിരുന്നു. ഇത്രയും വർഷങ്ങൾ അവരുടെ കുടുംബത്തിന് വേണ്ടി ഫൗണ്ടേഷന്റെ നടത്തിപ്പ് കീഴുദ്യോഗസ്ഥനെ ഏൽപ്പിക്കുകയും ചെയ്തിരുന്നു. എന്നിട്ട് മുത്തശ്ശിയുടെ പേരിലുള്ള എല്ലാ സ്വത്തുക്കളും തിരിച്ചു പിടിക്കാനായി പറഞ്ഞു. മകൻ ഇപ്പോൾ താമസിച്ചിരിക്കുന്ന വില്ല ഉൾപ്പെടെ അവൻ്റെ എല്ലാ ബാങ്ക് അക്കൗണ്ടുകളും ക്രെഡിറ്റ് കാർഡുകളും മരവിപ്പിക്കാനും പറഞ്ഞു. ആ ക്രൂര കുടുംബം ഖേദം എന്താണെന്ന് മനസ്സിലാക്കണമെന്ന് മുത്തശ്ശി ആഗ്രഹിച്ചു.